IPsec VPN, IP സെക്യൂരിറ്റി VPN. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ GRE ടണൽ വെച്ചിട്ട് നമ്മൾ VPN എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്തായിരുന്നു? നമ്മുടെ പാക്കറ്റ്സിനകത്ത് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഒരു രീതിയിലും യാതൊരു വിധ രീതിയിലും ആർക്കും തന്നെ നമ്മുടെ പാക്കറ്റ്സ് കാണാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം? ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാം. അതിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് IPsec VPN എന്ന് പറയുന്നത്. സെക്യൂരിറ്റി VPN എന്ന് പറയുന്നത്. എന്താണ് IPsec VPN? ഒരു എന്താ പറയുക, ഒരു ബോക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ടൂൾ ബോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം IPsec. ഒരുപാട് കണ്ടന്റ്സ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർന്ന ഒരു ഫ്രെയിം വർക്ക് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പ്രോട്ടോകോളുകളുടെ ഒരു കൂട്ടം, പ്രോട്ടോകോൾസിന്റെ ഒരു സ്യൂട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും കണ്ടന്റ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. IPsec ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത് ഒരുപാട് കണ്ടന്റ്സ് ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? IPsec VPN നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. എന്നാൽ IPsec ഒരു പ്രോട്ടോകോൾ ആണോ? അല്ല, ഇതൊരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, ഫ്രെയിം വർക്ക് മീൻസ് പ്രോട്ടോകോളുകളുടെ എന്താ പറഞ്ഞ ഒരു കൂട്ടം, അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് നമുക്ക് പറയാം. ഒരുപാട് അൽഗോരിതങ്ങളും പ്രോട്ടോകോളും അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രെയിം വർക്കാണ് എന്ന് നമുക്ക് വിളിക്കാം. IPsec VPN നമുക്ക് അങ്ങനെ വിളിക്കാം. ഇത് എന്താണ് നമുക്ക് തരുന്നത്? കണക്ടിവിറ്റി ആൻഡ് സെക്യൂരിറ്റി. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ വെറും കണക്ടിവിറ്റി മാത്രമായിരുന്നു, നമുക്ക് എന്തുണ്ടായിരുന്നില്ല? സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും? സെക്യൂരിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ IPsec VPNലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടെക്നോളജി മാറുന്ന അനുസരിച്ച് ഈ ബോക്സിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മുടെ ടെക്നോളജിക്കകത്ത് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ പറയുന്ന ടൂൾ ബോക്സ് അല്ലെ, ഞാൻ പറഞ്ഞ ആ ടൂൾ ബോക്സിനകത്ത് എന്തായിരിക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, ഓതന്റിക്കേഷൻ, ഹാഷിംഗ്, എൻക്രിപ്ഷൻ, നെഗോസിയേഷൻ എല്ലാം അടങ്ങുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മുടെ IPsec VPN എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് IPsec VPN താഴെ നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് കാണാം, ഓതന്റിക്കേഷൻ കാണാം, ഹാഷിംഗ് കാണാം, എൻക്രിപ്ഷൻ കാണാം, നെഗോസിയേഷൻ പ്രോട്ടോകോൾ കാണാം. ഇതെല്ലാമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് നമ്മുടെ നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ലാൻ ടു ലാൻ നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കണക്ടിവിറ്റി കൊണ്ടുവരണം. കണക്ടിവിറ്റി മാത്രമല്ല, നമുക്ക് എന്തുകൂടി വേണം? സെക്യൂരിറ്റി കൂടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കണ്ടന്റ്സ് ആണ് ഇതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതിനകത്ത് മെയിൻലി നമുക്ക് വരുന്ന 3 കാര്യങ്ങളാണ് ഓതന്റിക്കേഷൻ മെത്തേഡ്സ്. ആദ്യം നമുക്ക് ഈ മെയിൻ കണ്ടന്റ് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓതന്റിക്കേഷൻ മെത്തേഡ്സ് വരുന്നുണ്ട്, ഹാഷിംഗ് അൽഗോരിതം വരുന്നുണ്ട്, എൻക്രിപ്ഷൻ അൽഗോരിതം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓതന്റിക്കേഷൻ മെത്തേഡ്സ്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഓതന്റിക്കേഷൻ മെത്തേഡ്സ് അറിയാം? ഏതൊക്കെ കേട്ടിട്ടുണ്ട്? നോർമലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലി എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു Gmail ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡ് അല്ലെ, അത് നമുക്ക് എന്ത് വിളിക്കാം? ഒരു പ്രീ ഷെയർഡ് കീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതും എന്താണ്? ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ആണ്. അപ്പോൾ പ്രീ ഷെയർഡ് കീസിനെ നമുക്ക് ഒരുപാട് തരത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഓതന്റിക്കേഷൻ ഒരു ഡെഫിനേഷൻ പറയാൻ പറ്റുമോ സൈനുദ്ദീൻ? എനി ഐഡിയ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓതന്റിക്കേഷൻ മീൻസ് സെക്യൂർ ചെയ്യുന്നതിന്റെ ഒരു ലൈക്ക് വേ ഓഫ് സെക്യൂറിങ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ എന്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ യഥാർത്ഥ ആള് തന്നെയാണ് ഡിവൈസ് ഒരു വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, യഥാർത്ഥ ആള് തന്നെയാണ് ഡിവൈസ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഓതന്റിക്കേഷൻ. യഥാർത്ഥ ആള് തന്നെയാണ് ഡിവൈസ്, എന്തായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡിവൈസ് ആയിക്കോട്ടെ, ഡിവൈസ് ആക്സസ് ചെയ്യുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഓതന്റിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാം. അത് പാസ്വേഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പാസ്വേഡ് യൂസർ നെയിം ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഫേസ് ഐഡി യൂസ് ചെയ്യാം, ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാം, അങ്ങനെ പ്രീ ഷെയർഡ് കീ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇത് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീ ഷെയർഡ് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീ ഷെയർഡ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എൻഡിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും.
രണ്ടെങ്കിലും സെയിം ആണെങ്കിൽ മാത്രമേ അവിടെ ഒന്ന് സംഭവിക്കുള്ളൂ, ഓത്തന്റിക്കേഷൻ സംഭവിക്കുള്ളൂ. മീൻസ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ഒരു ജിമെയിൽ ആണെന്ന് വിചാരിച്ചു, നമ്മൾ അത് സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മാത്രമേ അത് സിങ്ക് ആയാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ജിമെയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പോലെ നമ്മൾ ഫിംഗർ പ്രിന്റ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണ് ഫിംഗർ പ്രിന്റ് വെച്ചിരിക്കുന്നത് അയാളുടെ ഫിംഗർ കൊണ്ട് വെച്ചാൽ പിന്നെ എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അയാളുടെ ഫേസ് ഐഡിയെങ്കിൽ ഓപ്പൺ ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്താണ് ഒരുപാട് ഓത്തന്റിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ആദ്യം വരുന്ന ഓതന്റിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കേട്ടിട്ടോ? പഠിക്കാനില്ല എന്നിരുന്നാലും കേട്ടിട്ടുണ്ടോ? SSL സർട്ടിഫിക്കേഷൻ ചെയ്യുന്നല്ലേ, സർട്ടിഫിക്കറ്റ് നമ്മൾ അതെ അതെ. അപ്പൊ നമുക്ക് അത് ഈ പറയുന്ന സർട്ടിഫൈഡ് അതോറിറ്റിയുടെ കയ്യിൽ, എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടീംസ് വരുന്നുണ്ട്. നമുക്ക് ഗോ ഡാഡി പറയുന്ന ടീംസ്, അതായത് അവരുടെയും നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് വെച്ച് അവർ മെയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പുറമെ ടീംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങോട്ട് ഒരുപാട് ഡീപ്പായി പോകുന്നില്ല. ഒരുപാട് ടീംസ് ഉണ്ട്. ഡിജീസ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിജീസ് ഗ്ലോബൽ സൈൻ, പിന്നെ ട്രസ്റ്റ്, നമ്മൾ ഈ പറഞ്ഞ ഗോ ഡാഡി, അതുപോലെ തന്നെ ലെറ്റ്സ് എൻക്രിപ്റ്റ്, അങ്ങനെയൊക്കെ കുറെ ടീംസ് ഉണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അറിഞ്ഞിരിക്കുക, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പ്രീഷെയ്ഡ് കീ മാത്രമല്ല, നമ്മുടെ ഗൂഗിൾ ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു മെക്കാനിസം ആണ്. ഡിജിറ്റൽ കീ ആണ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഗൂഗിൾ ഒക്കെ യൂസ്. അങ്ങനെ ഹൈ ലെവലിൽ വരുന്ന എല്ലാ ടീംസും ഓൾമോസ്റ്റ് എന്താണ് ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ്. ഇവിടെ നമ്മൾ IPsec-നകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, പ്രീഷെയ്ഡ് കീസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മൾ ഓതന്റിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഹാഷിംഗ് അൽഗോരിതം, അടുത്ത എന്താണ്, ഹാഷിംഗ് അൽഗോരിതം. ഓക്കെ, എന്താണ് ഹാഷിംഗ് അൽഗോരിതം? ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താണോ അയക്കുന്നത് അത് തന്നെയാണോ അപ്പുറത്ത് കിട്ടിയത് എന്ന് കൺഫേം ചെയ്യാം. പറഞ്ഞു പോയിന് മനസ്സിലായി? ഞാൻ ഇവിടുന്ന് ഒരു സംഭവം അയച്ചു, ആ സംഭവം തന്നെയാണോ മറുവശത്ത് കിട്ടിയിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന മെക്കാനിസം ആണ് ഈ പറയുന്ന ഹാഷിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അയക്കുന്ന സാധനം തന്നെയാണ്, അതായത് ഡാറ്റ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുക. നമ്മൾ അയച്ചത് കംപ്ലീറ്റ് അവിടെ കിട്ടി എന്നുള്ള കാര്യം നമുക്ക് എന്താണ് ഉറപ്പുവരുത്തുന്ന മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്, ഹാഷിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഹാഷിംഗ് അൽഗോരിതത്തിലൂടെ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും, അയച്ചത് തന്നെയാണ് എന്റെ ഡെസ്റ്റിനേഷനിലോട്ട് കിട്ടിയിരിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഷിംഗ് അൽഗോരിതത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമ്മൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഡൈജസ്റ്റ് 5 എന്നും സെക്യൂർ ഹാഷിംഗ് അൽഗോരിതം എന്നും രണ്ടെണ്ണം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഹാഷിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പോയിന്റ് മനസ്സിലായല്ലോ? അയക്കുന്നത് തന്നെയാണ് ഡെസ്റ്റിനേഷനകത്ത് കിട്ടിയിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ MD5 ആയിക്കോട്ടെ, SHA ആയിക്കോട്ടെ, നമ്മുടെ ഇൻഫർമേഷൻസ് ഇവിടെ എത്തുന്നു. ഓക്കെ, R1 എത്തുന്നു. R1 എത്തുന്ന സമയത്ത് R1 പറഞ്ഞ റൗട്ടർ എന്താണ്, നമ്മൾ ഈ പറയുന്ന മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട്, എക്സാമ്പിൾ MD5 ആയിക്കോട്ടെ, SHA ആയിക്കോട്ടെ, ഇത് രണ്ടിന്റെ ഏതിൽ വരണം. അപ്പൊ എക്സാമ്പിൾ MD5 വിചാരിച്ചോളൂ. MD5 യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു കാൽക്കുലേഷൻ നടത്തുന്നു. ഏത് പാക്കറ്റിന്റെ മേലെയാണ്, നമ്മൾ വരുന്ന പാക്കറ്റിന്റെ മേലെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നു. എന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കീ ജനറേറ്റ് ചെയ്യുന്നു പ്ലസ് നമ്മുടെ പാക്കറ്റ്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് വരുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനിലോട്ട് വരുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന കീ ആര് മാറ്റിവെക്കും, റിമൂവ് അല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യും, മാറ്റിവെക്കും. എന്നതിന് ശേഷം R2 പറയുന്ന റൗട്ടറും MD5 യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒന്നുകൂടി ജനറേറ്റ് ചെയ്യും. ആ പാക്കറ്റിന് മേലെ ഒന്നുകൂടി ജനറേറ്റ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന കീയും, പറയുന്ന പോയിന്റ് മനസ്സിലുണ്ട്, എന്നിട്ട് കിട്ടുന്ന കീയും ഇത് രണ്ടും മാച്ച് ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അങ്ങനെ ഉറപ്പുവരുത്തുന്നത്. മനസ്സിലായോ? നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം, മനസ്സിലായോ? നമ്മുടെ അൽഗോരിതം ചെയ്യുന്ന എന്താണ്, ഇവിടുന്ന് ഓൾറെഡി R1 ആഡ് ചെയ്തിരിക്കുന്ന കീ മാറ്റിവെക്കുന്നു. എന്നതിന് ശേഷം ആ വന്ന പാക്കറ്റ് എഗെയിൻ MD5 പറയുന്ന അൽഗോരിതം യൂസ് ചെയ്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ഹാഷിംഗ് നടത്തുന്നു. അങ്ങനെ ഹാഷിംഗ് നടത്തുന്ന കീയും ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കീയും മാച്ച് ആയാൽ മാത്രമേ അവിടെ നിന്ന് സംഭവിക്കുള്ളൂ, ആ പാക്കറ്റ് അങ്ങോട്ട് പോകുള്ളൂ. ഇതാണ് നമ്മൾ ഹാഷിംഗ് അൽഗോരിതം കൊണ്ട് സംഭവിക്കുന്ന, ഇന്റേണലി സംഭവിക്കുന്ന ഒരു കാര്യം. റെഡി കിട്ടിയോ? യെസ്. നമുക്ക് MD5 വരുന്നുണ്ട്, SHA വരുന്നുണ്ട്. നമുക്ക് ഈ IPsec-നകത്ത് ഈ പറഞ്ഞ എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IPsec ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് സിൻടാക്സ് ഒത്തിരി ഹെവി ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫയർവാൾസിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സിൻടാക്സ് അധികം വേണ്ടി വരില്ല, ഗ്രാഫിക്കൽ മോഡായിരിക്കും. ജസ്റ്റ് ടിക്ക് ചെയ്തൊക്കെ പോകേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷേ നമ്മളോട് സിസ്കോ റൗട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സിൻടാക്സ് ഇഷ്ടം പോലെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതെല്ലാം പരിചയപ്പെടാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എൻക്രിപ്ഷൻ. എന്താണ് എൻക്രിപ്ഷൻ? സിംപിൾ ഇത്രേ ഉള്ളൂ, ഒരു പാക്കറ്റിനെ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന്
അൺറീഡബിൾ ഫോർമാറ്റിലോട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് എഗെയിൻ ഒന്നുകൂടി പറയാം, ഒരു പാക്കറ്റിനെ റീഡബിൾ ഫോർമാറ്റിൽ നിന്നും അൺറീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എൻക്രിപ്ഷൻ ചെയ്യാനുള്ള അൽഗോരിതംസ് ആണ് ഡെസ്, 3DES, AES, RSA, DH. അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് നമുക്ക് എന്തിനു വേണ്ടി വരുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന കീസ് കണ്ട് ഞെട്ടുന്നതാണ്, ഇതെല്ലാം സിന്റാക്സിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ്. അപ്പൊ മനസ്സിലായല്ലോ, ഒരു പാക്കറ്റിനെ റീഡബിൾ ഫോർമാറ്റിൽ നിന്നും അൺറീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഈ പറഞ്ഞ ഡെസ്, 3DES, AES എല്ലാം തന്നെ. ഓക്കെ, ഇനി ഈ എൻക്രിപ്ഷൻ അകത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് സിമെട്രിക്കും അസിമെട്രിക്കും. എന്താന്ന് വല്ല ഐഡിയ ഉണ്ട്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, എവിടെയെങ്കിലൊക്കെ നമുക്ക് കേട്ട് കാണും. സിമെട്രിക്കും അസിമെട്രിക്കും. അതായത് സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സപ്പോർട്ടിന്റെ ടീമാണ് ഡെസ്, 3DES, AES. ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന എല്ലാം തന്നെ അതിന്റെ കീ സൈസ് ആണ്. നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സൈസ് കൂടുന്നതനുസരിച്ച് സ്ലൈറ്റ്ലി എന്തായിരിക്കും, ചെറിയൊരു സ്ലോ ഫീൽ ചെയ്യായിരിക്കും. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അസിമെട്രിക്കും വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് സിമെട്രിക്, എന്താണ് അസിമെട്രിക്? അതിന് ഐഡിയ അവിടെ കാണുന്നത് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സിമെട്രി നമ്മളൊരു കേട്ടിട്ടുണ്ടാവില്ല, സിമെട്രി കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മള് ഒരു ലോക്ക് ഉണ്ടെങ്കിൽ അത് രണ്ട് കീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് രണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. തുറക്കാനും അല്ലെ ലോക്ക് ചെയ്യാനും എന്തായിരിക്കും, സെയിം കീ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. വളരെ സിമ്പിളായി പറയുന്നതാണ്. എന്നാൽ അസിമെട്രിക് അങ്ങനെയല്ല. ലോക്ക് ചെയ്യാൻ എന്തായിരിക്കും, ഒരു കീ ആയിരിക്കും. ഓപ്പൺ ചെയ്യാൻ എന്തായിരിക്കും, വേറൊരു കീ ആയിരിക്കും. ഡബിൾ സെക്യൂരിറ്റി. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ? ഇപ്പൊ നമ്മൾ ലോക്ക് ചെയ്ത കീ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും കുഴപ്പമില്ല. എന്താ സംഭവിക്കുക, അൺലോക്ക് ചെയ്യാനുള്ള കീ വേറെയാണ്. ഡബിൾ പവർ ആയില്ലേ, ഡബിൾ സ്ട്രോങ് ആയില്ലേ. ഇതും എന്താണ്, സിമെട്രിക്കും അസിമെട്രിക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സിമെട്രിക് യൂസ് ചെയ്യാം. ഒരു നോർമൽ സെക്യൂരിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമെട്രിക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ടും നമ്മൾ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കാം സിമെട്രിക് എന്താണ്, അസിമെട്രിക് എന്താണ്. അപ്പൊ നമ്മുടെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് രീതിയിൽ വരുന്നുണ്ട്, സിമെട്രിക് ആൻഡ് അസിമെട്രിക്. സിമെട്രിക് പറയുന്നത് എന്താണ്, തുറക്കാനും, സിമ്പിൾ ഇത്രേ ഉള്ളൂ, തുറക്കാനും അടയ്ക്കാനും അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനും എന്താണ്, സെയിം കീ ആയിരിക്കും. എന്നാൽ അസിമെട്രിക് അങ്ങനെയല്ല, ലോക്ക് ചെയ്യാൻ ഒരു കീ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ വേറെ കീ ആയിരിക്കും. അതിനെ നമ്മളിവിടെ വിളിക്കുന്ന പേര് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ എന്നാണ് പറയുന്നത്. വിളിക്കുന്നത് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. തുറക്കാനൊന്ന്, അടയ്ക്കാൻ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അതിന് പല സൈസിലുള്ള വേർഷൻസ് നമുക്ക് താഴെ കാണാം. RSA ഉണ്ട്, DH ഉണ്ട്, ഇങ്ങനെ നമുക്ക് പല വേർഷൻസും വരുന്നുണ്ട്. അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, IPsec നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി അടുത്ത എന്താണ്, അടുത്ത നമുക്ക് നെഗോസിയേഷൻ പ്രോട്ടോകോൾ. എന്തായിരിക്കും നെഗോസിയേഷൻ പ്രോട്ടോകോൾ? അപ്പൊ നമ്മള് എന്തൊക്കെ ചെയ്തു, നമ്മൾ ഓതന്റിക്കേഷൻ ചെയ്തു, ഹാഷിംഗ് ചെയ്തു, പിന്നെ എൻക്രിപ്റ്റ് ചെയ്തു. പക്ഷെ R1ഉം R2ഉം മിണ്ടുന്നില്ല മീൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, VPN എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ഇപ്പൊ VPN എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മൂവ് ചെയ്യിക്കണം അല്ലെ. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിന് വിളിക്കുന്ന പേരാണ് നെഗോസിയേഷൻ പ്രോട്ടോകോൾ. അതായത് നമ്മൾ ഇതെല്ലാം ബിൽഡ് ചെയ്തിട്ട് ചുമ്മാ ഇരുന്നൊരു കാര്യമില്ലല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, നെഗോഷിയേറ്റ് ചെയ്യണം. നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ്മെന്റ് നടക്കുള്ളൂ അല്ലെ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെഗോസിയേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കീവേഡ്സ് കൊണ്ട് ഞെട്ടൊന്നും വേണ്ട. ഓക്കെ, ഇതിൽ ഏതാ യൂസ് ചെയ്യുന്നത്, ISA-KMP ആയിരിക്കും കോമണായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, നമ്മൾ അതിന്റെ അകത്ത് കോൺഫിഗർ ചെയ്തപ്പോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ISA-KMP ആണ്. ഇപ്പൊ മറ്റേ രണ്ടും വേർഷൻസ് കുഴപ്പമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. എന്നിരുന്നാലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ISA-KMP. അതിന്റെ ഫുൾഫോം കണ്ടോ, ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ. ഇത് കണ്ട് ഞെട്ടൊന്നും വേണ്ട, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്തിനാന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും എല്ലാം തന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണം അല്ലെ. അങ്ങോട്ട് മൂവിങ് നടക്കണം. അങ്ങനെ മൂവിങ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് കീ എക്സ്ചേഞ്ച് വേർഷൻ 1, വേർഷൻ 2, അതുപോലെ തന്നെ ISA-KMP. ഓക്കെ, ജസ്റ്റ് കീവേഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ലാബിലോട്ട് പോകുന്ന സമയത്ത് അതെല്ലാം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
ഇനി അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആണ്. സെക്യൂരിറ്റി പ്രോട്ടോകോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൻഡ് ടു ലാൻഡ് ട്രാഫിക് പോകുമ്പോൾ ആ ട്രാഫിക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ലാൻഡ് ടു ലാൻഡ് ട്രാഫിക് പോകുമ്പോൾ നമുക്ക് സെക്യൂർ വേണ്ടി, ഇപ്പൊ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്ന കാര്യം സെക്യൂർ ചെയ്തേ, R1 R2 നമ്മൾ പാക്കറ്റ് പോകുമ്പോൾ സെറ്റ് ചെയ്ത്. ഇനി നമ്മുടെ ലാൻഡ് നെറ്റ്വർക്ക്, ഓക്കെ, ലാൻഡ് നെറ്റ്വർക്ക്, ലാൻഡ് ടു ലാൻഡ് ട്രാഫിക് പോകുമ്പോൾ ആ ട്രാഫിക്കിനകത്ത് എന്ത് നടത്തണം? നമുക്ക് ഹാഷിംഗ് നടത്തണം, എൻക്രിപ്ഷൻ നടത്തണം, ഓതന്റിക്കേഷൻ നടത്തണം. ഇവരെല്ലാം പ്രവർത്തിപ്പിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഈ താഴെ കാണുന്ന AHPS. ലാൻഡ് ടു ലാൻഡ് പോകുന്ന ട്രാഫിക്കിനെ കൂടി നമുക്ക് സെക്യൂരിറ്റി, പെട്ടെന്ന് നോക്കിയാലും സെക്യൂരിറ്റിയാണ്, സെക്യൂരിറ്റി. സെക്യൂരിറ്റി പ്രോട്ടോകോൾ റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ലാൻഡ് ടു ലാൻഡ് ട്രാഫിക്. നമുക്ക് രണ്ട് മെത്തേഡ്സ് വരുന്നത്, ഓതന്റിക്കേഷൻ ഹെഡറും അതുപോലെ തന്നെ എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ESP ആണ്. ബിക്കോസ് AHനകത്ത് നമുക്ക് എന്ത് വരുന്നില്ല, ഓൾഡർ പ്രോട്ടോകോൾ ആണ്. ഇറ്റ് ഡസൻ സപ്പോർട്ട് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ വേണ്ടേ, നമുക്ക് സ്ട്രോങ് ആക്കണ്ടേ? അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ESP ആണ്. എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യും. എൻക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യും, ഓതന്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യും, ഹാഷിംഗ് സപ്പോർട്ട് ചെയ്യും, ഇങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ESP ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ട്രാഫിക് ഏതിലൂടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ലെറ്റർ എന്തായിരിക്കും? ESP. ഇതിനകത്താണ് കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത്. അപ്പൊ വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന എന്തായിരിക്കും? ജസ്റ്റ് ESP. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ട്രാഫിക് കഴിഞ്ഞ ദിവസം പോകുന്ന സമയത്ത് എന്ത് ട്രാഫിക് ആണെന്ന് പോലും അറിയാമായിരുന്നു അല്ലെ? ICMP ആണെങ്കിലും ടെൽനെറ്റ് ആണെങ്കിലും ഏത് ട്രാഫിക് പോയാലും, ഹെല്ലോ മെസ്സേജ് പോലും ഈവൻ പോയാലും കണ്ടുപിടിക്കുകയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല. നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്ത് മാത്രമായിരിക്കും? ESP. ഇത് മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ലാബിലോട്ട് പതിയെ ഒന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നമ്മൾ ലാബിലോട്ട് പോകുന്ന സമയത്ത് കൊടുക്കുന്ന കുറച്ച് ബേസ് കോൺഫിഗറേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. അത് കഴിഞ്ഞ ദിവസം ചെയ്തത് തന്നെ ഓർക്കുന്നില്ലേ? നമ്മളൊരു ഒരു റൗട്ടറിനെ പിടിച്ച് PC ആക്കി. അതൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു EIGR പ്രോട്ടോകോൾ കൊടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ചെയ്ത, സ്റ്റാറ്റിക്കാ ചെയ്തെന്ന് തോന്നുന്നു അല്ലെ? സ്റ്റാറ്റിക് ആണ്, എനിക്ക് ഓർമ്മയില്ല. GR ചെയ്യുന്ന സമയത്ത് ഏത് പ്രോട്ടോകോൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, നോ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഈ സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ. അപ്പം നോ IP റൗട്ടിങ്. നമ്മുടെ PC, നമ്മുടെ ഇതെന്താണ്? GNS3 ആണ്. അതായത് നമ്മുടെ GNS3യുടെ റൗട്ടറാണ്. ആ റൗട്ടർ പിടിച്ച് നമ്മൾ എന്താക്കുന്നത്? PC ആക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ആണ് നോ IP റൗട്ടിങ്. ഓക്കെ. അപ്പൊ എന്തായി മാറും? PC ആയി മാറും. റൗട്ടിംഗ് ഫംഗ്ഷൻ ഡിസേബിൾ ആവും. എന്നശേഷം നമ്മുടെ ഗേറ്റ് എന്താ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ദെൻ നമ്മുടെ PC-യുടെ IP നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ PC2യുടെയും സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. IP മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി ISPക്ക് അത് പ്രത്യേകിച്ച് നമുക്ക് റോളൊന്നുമില്ല. ജസ്റ്റ് ഇന്റർഫേസിനകത്ത് ഒരു IP അഡ്രസ് മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മുടെ കസ്റ്റമർ സൈഡിൽ നിന്ന്, അതായത് R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് കയറുന്ന സമയത്ത് ഇന്റർഫേസിന് IP കൊടുക്കുക. അതുപോലെ നമ്മുടെ വാൻ ഇന്റർഫേസിന് ഇത് നമ്മുടെ പബ്ലിക് IP ആണ്. ജസ്റ്റ് അതിനും ഒരു IP കൊടുക്കുക. ദെൻ ഒരു ഡീഫോൾട്ട് റൂട്ട് ചെയ്യാം അല്ലെ? ISPയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ട്രാഫിക് കംപ്ലീറ്റ് ഈ കാണുന്ന പബ്ലിക് IPയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡീഫോൾട്ട് റൂട്ട് ചെയ്യുന്നു. R2നകത്ത് കയറിയിട്ടും എന്താണ്? സെയിം തിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യുന്നു, പബ്ലിക് IP പബ്ലിഷ് ചെയ്യുന്നു, ഡീഫോൾട്ട് റൂട്ട് ചെയ്യുന്നു. അതോടുകൂടി ബേസിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ടണൽ ബിൽഡ് ചെയ്യണം. ഓക്കെ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടണൽ ബിൽഡ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ചെയ്തപോലെ തന്നെ ഇന്റർഫേസ് ടണൽ എന്ന് കൊടുക്കുക. ആ ടണൽ എന്താണോ ഒരു IP, ലോക്കൽ IP കൊടുക്കുക. എന്നിട്ട് അയാളെ എവിടെ എത്തിക്കണം? 20.01 നിന്നും 30.01 എത്തിക്കണം. ദെൻ നമ്മൾ മോഡ് GRE ആണ് യൂസ് ചെയ്യുന്നത്. ബാൻഡ് വിത്ത് വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല. ഡീഫോൾട്ട് ബാൻഡ് വിത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് എക്സിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ R2നകത്ത് കയറാം. IP കൊടുക്കുന്നു, സോഴ്സ് പബ്ലിക് IP കൊടുക്കുന്നു, ഡെസ്റ്റിനേഷൻ പബ്ലിക് IP കൊടുക്കുന്നു, GRE എന്താണ് അത് പറഞ്ഞു കൊടുക്കുന്നു. എന്നതിന് ശേഷം ഈ ലാൻഡ് ടു ലാൻഡ് നെറ്റ്വർക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ എന്താ യൂസ് ചെയ്തത്? EIGRP യൂസ് ചെയ്യുന്നു. 1020 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ 3020 എന്നുള്ള കാര്യം നമ്മൾ എവിടെ പോയി പറയുന്നു? R2നകത്തും പോയി പറയുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് എന്ത് കിട്ടും? കണക്ടിവിറ്റി കിട്ടും. പക്ഷെ എന്തുണ്ടാവില്ല? സെക്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇനി അടുത്ത പാർട്ട് എന്താണ്? നമുക്ക് സെക്യൂരിറ്റി ആണ് വേണ്ടത്. അപ്പൊ സെക്യൂരിറ്റിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പറ്റും. ശ്രദ്ധിക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മതി, നമുക്ക് കണക്ടിവിറ്റി കിട്ടണം. ആ കണക്ടിവിറ്റിയുടെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റി കൊണ്ടുവരുന്നത്. നമുക്ക് കണക്ടിവിറ്റി വേണ്ടിയിട്ട് IP സെക്യൂർ അല്ലാതെ നമുക്ക് എന്ത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും ടണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ GRE യൂസ് ചെയ്തു. ആ GREയുടെ മേലെ നമ്മൾ എന്തുകൊണ്ട് വയ്ക്കാൻ പോകുന്നതിന്? സെക്യൂരിറ്റി. IP സെക്യൂർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പക്ക സെക്യൂരിറ്റി. അതിന് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല.
ഇനി സിന്റാക്സ് ശ്രദ്ധിക്കുക. IPsec കംപ്ലീറ്റ് കോൺഫിഗറേഷനും ക്രിപ്റ്റോ എന്നായിരിക്കും കാണിക്കുന്നത്. അത് IPsec ആണ്. ക്രിപ്റ്റോ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് IPsec ഭാഗമാണ്. ക്രിപ്റ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പോലെ ക്രിപ്റ്റോനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ക്രിപ്റ്റോ ISA-KMP എനേബിൾ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നെഗോസിയേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, ഏതാണ് നെഗോസിയേഷൻ പ്രോട്ടോകോൾ ISA-KMP എനേബിൾ ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീഷെയർഡ് കീസ് ഇല്ലേ, നമ്മൾ ഒരു പ്രീഷെയർഡ് കീ നമ്മൾ എനേബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞില്ലേ, പോവുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ആ പ്രീഷെയർഡ് കീനെ നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുക്കുന്നത്. ഓക്കെ, ക്രിപ്റ്റോ ISA-KMP കീ 0. ഈ കീ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ റൗട്ടർ തന്നെ സ്വമേധ എന്ത് ചെയ്യട്ടെ, ഒരു കീ ജനറേറ്റ് ചെയ്യട്ടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ 0 അല്ലാതെ നിങ്ങൾ ഇപ്പോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി കീ ബിൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ മിക്കവാറും ചെയ്യാറില്ല, നമ്മൾ തന്നെ ആയിരിക്കും കീ കൊടുക്കുന്നത്. മനസ്സിലാക്കുക, കീയുടെ സ്ഥാനത്ത് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ റൗട്ടർ തന്നെ എന്ത് ചെയ്തോളും, എന്തെങ്കിലും ഒരു കീ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ 1 ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ബേസ്ഡ് ബിൽഡ് ചെയ്യുന്ന ഒരു കീ ആയിരിക്കും നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഒരു കീ കൊടുത്തു, എന്നിട്ട് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു പാസ്വേഡ് ആണ് ABC123 എന്ന് കൊടുക്കുന്നു. ദെൻ ഇത് എങ്ങോട്ട് പോകാനുള്ളതാണ്, ഡെസ്റ്റിനേഷൻ പബ്ലിക് IP ആയിട്ടുള്ള ഈ ഒരു പോയിന്റിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തിരിക്കുന്നത്, ഈ പ്രീഷെയർഡ് കീ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പ്രീഷെയർഡ് കീനെ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇതിൽ എന്നോടാ ചോദിക്കുന്നല്ലോ? ഓക്കെ. അപ്പൊ നമുക്കിനി പ്രീഷെയർഡ് കീനെ നമുക്ക് എന്താണ് ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂരിറ്റി കൊടുക്കണം. ആ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നമ്മുടെ മേലെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രീഷെയർഡ് കീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ഈ പ്രീഷെയർഡ് കീനെ നമുക്ക് എന്ത് ചെയ്യണം, എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആരെ കൊണ്ടുവന്നു, നേരത്തെ പറഞ്ഞ കീവേഡ്സ് ആണ് AES. ഓക്കെ, എൻക്രിപ്ഷൻ ആയിട്ടുള്ള AES കൊണ്ടുവന്നു. ഒരു സൈസ് ഞാൻ കൊടുത്തു 256. യു ക്യാൻ ഗിവ് എനി നമ്പർ. ഞാൻ ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹാഷിംഗ് എനേബിൾ ചെയ്യണം. ഹാഷിംഗ് ഓർക്കുന്നില്ലേ, അയക്കുന്ന സാധനം തന്നെയാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഹാഷിംഗ് എനേബിൾ ചെയ്യുന്നു. എന്നതിന് ശേഷം ഈ ഹാഷിങ്ങിനെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തില്ലേ, മേലെ ചെയ്ത കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അസിമെട്രിക് എന്ത് ചെയ്യണം, എൻക്രിപ്ഷൻ കൊണ്ടുവരണം. നാം ഡബിൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. മനസ്സിലായത്? ഗ്രൂപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിമെൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെലിമെൻ. ഇവനാണ് എന്ത്, നമ്മുടെ അസിമെട്രിക്. ഇപ്പൊ പുള്ളിയെ കൊണ്ടുവന്നു, പുള്ളിയെ എനേബിൾ ചെയ്യുന്ന കമാൻഡാണ് ആ ഗ്രൂപ്പ് 5 എന്ന് കണ്ടത്. പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? അപ്പൊ നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രീഷെയർഡ് പറഞ്ഞു കൊടുത്തു. പ്രീഷെയർഡ് കീനെ നമുക്ക് അതായത് നമ്മള് എന്ത് ക്രിയേറ്റ് ചെയ്തു, DH ആണ്. ഗ്രൂപ്പ് 5 മീൻസ് DH ആണ്, ഡിഫി ഹെൽമെൻ. ഓക്കെ, ഞാൻ സിന്റാക്സ് ഒന്ന് ശ്രദ്ധിക്കാം. ഗ്രൂപ്പ് 5 എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ മേലെ കൊടുത്തിരിക്കുന്ന സിമെട്രിക്കിനെ നമ്മൾ എന്ത് ചെയ്തു, അസിമെട്രിക് വെച്ച് എന്ത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തു. ടൈം മനസ്സിലായോ? എന്നിട്ട് നമ്മളൊരു ടൈം ഡ്യൂറേഷൻ, ഇത്ര ടൈം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ആ കീ എന്തായിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 12 ഇത് 24 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ടൈം കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂർ കൂടുമ്പോൾ എന്തായിരിക്കും, ഈ മേലെ കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെ എല്ലാം എന്ത് മാറിക്കൊണ്ടിരിക്കും, കീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഡിലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? ഇനി രണ്ടാമത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രണ്ടാമത് നോക്കാം, നമ്മൾ മേലെ കൊടുത്തിരിക്കുന്ന പോളിസിക്കൊക്കെ നമ്മൾ ഒരുപാട് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആ കണ്ടന്റ്സിന്റെ എല്ലാം തന്നെ കീസ് ചേഞ്ച് ആയിക്കോട്ടെ. അത് പ്രീഷെയർഡ് കീന്റെ കീ എന്തായിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള എല്ലാം അൽഗോരിതംസ് അല്ലേ, അവിടെ കീ അല്ലല്ലോ വരുന്നത്. പ്രീഷെയർഡ് കീക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എൻക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ആ ഒരൊറ്റ AES അല്ലേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ഹാഷിംഗ് അൽഗോരിതം. അല്ല, നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ മേലെ ചെയ്തിരിക്കുന്ന പ്രീഷെയർഡ് കീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു.
മേലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രീ ഷെയർഡ് കീനെ നമുക്ക് എന്താണ് ഇത്രയും കണ്ടന്റ്സ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അടപടലം കൂട്ടാന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ ഫുൾ കീസും കൊടുത്ത് നമ്മൾ ഹാഷിങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരണ്ടേ. ഓതന്റിക്കേഷൻ വരണം, എൻക്രിപ്ഷൻ വരണം, ഹാഷിംഗ് അൽഗോരിതം വരണം. അതുപോലെ തന്നെ നമുക്ക് ആ ഹാഷിംഗ് അൽഗോരിതം വെച്ച് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടന്റ്സും നമുക്ക് എന്ത് ചെയ്യണം, സിമെട്രിക്കിൽ നിന്നും അസിമെട്രിക് വെച്ച് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഡബിൾ സെക്യൂരിറ്റി. ഓക്കെ, അതാണ് നമ്മൾ മേലെ ഫേസ് 1 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ഫേസ് 2 ആണ്. അപ്പോ ഇനി ഫേസ് 2 വരുന്ന കേസ്, ഒരു സെക്കൻഡ്. ഇനി രണ്ടാമത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രീ ഷെയർഡ് കീയും മറ്റുള്ളതൊക്കെ പ്രൊട്ടക്ട് ചെയ്തു. ഇനി രണ്ടാമത് നമ്മുടെ ലാൻഡ് ടു ലാൻഡ് പോകുന്ന ട്രാഫിക്കിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഫോം സെറ്റ് എന്നാണ് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലാൻഡ് ടു ലാൻഡ് പോകുന്ന ഒരു ട്രാൻസ്ഫോംസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ട്രാൻസ്ഫോം സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫേസ് 2 എന്തിനു വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ അതൊന്ന് ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ട്രാൻസ്ഫോം സെറ്റ് we are going to create a transform set from a access list. Access list ഏതണ്ട. Okay. Transform set, then crypto map for secure LAN to LAN communication. സിംപ്ലി പറഞ്ഞാൽ ടണലിലൂടെ പോകുന്ന ടണലിലൂടെ പോകുന്ന ട്രാഫിക്കിനെ എന്ത് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ. ഓക്കെ, ടണലിലൂടെ പോകുന്ന ട്രാഫിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ക്രിപ്റ്റോ IP സെറ്റ് ട്രാൻസ്ഫോം സെറ്റ് മറ്റൊരു പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് സെറ്റ് 1 കൊടുക്കുന്നുള്ളൂ. യു ക്യാൻ യൂസ് എനി നെയിം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ESP AES എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. എല്ലാം കൂടി ഒരൊറ്റ ലൈനിൽ പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ പ്രൊട്ടക്ഷനും കൂടി ഒറ്റ ലൈനിൽ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ യൂസ് ചെയ്യുന്ന പറഞ്ഞോളൂ. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ആക്ച്വലി നമ്മുടെ ഈ സോഴ്സിന്റെ എൻഡിലും ഡെസ്റ്റിനേഷന്റെ എൻഡിലും എത്തിയതിനു ശേഷം, ലാൻഡ് ചെയ്തതിനു ശേഷമല്ലേ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് വരുന്നത്. അതെ, നമ്മുടെ ട്രാഫിക് പോകുന്നത്, ലാൻഡ് ടു ലാൻഡ് പോകുന്നത് ടണലിലൂടെ അല്ലേ പോകുന്നത്. ആ ടണലിലൂടെ പോകുമ്പോൾ ആ ടണലിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ. മനസ്സിലായി, മേലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ ഈ പാക്കറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആ ടണലിലും കൂടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അത് നമ്മൾ ഫേസ് 2 ആയിട്ട് ആ ടണലിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഓൾറെഡി നമ്മുടെ പാക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇനി ആ പാക്കറ്റ്സ് കംപ്ലീറ്റ് പോകുന്ന ഇത് വഴിയാണ്, ടണലിലൂടെയാണ്. അപ്പൊ ടണലിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂരിറ്റി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഫേസ് 1 ഫേസ് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഫിഗറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ട്രാൻസ്ഫോം സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ട്രാൻസ്ഫോം സെറ്റ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടണലിനകത്ത് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്ക് ആരും ഇനി കൊണ്ടുവരുന്നു, ക്രിപ്റ്റോ മാപ്പ് എന്നൊക്കെ പറയും. ഒരു ക്രിപ്റ്റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇത് സിൻടാക്സ് ആണ് മെയിൻ ഇതിനകത്ത്. കണ്ടന്റ് എന്താന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതൊന്നും കാണാതെ നമുക്ക് പഠിക്കാനൊന്നും സാധിക്കില്ല. ഓക്കെ, അപ്പം ക്രിപ്റ്റോ IP സെക് ഒരു പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. Pro1 എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിന് ഞാൻ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്തു, ആ പ്രൊഫൈലിനകത്ത് കൊണ്ട് അപ്ലൈ ചെയ്തു. ദെൻ എഗെയിൻ അസിമെട്രിക് വെച്ച് ഞാൻ എന്ത് ചെയ്തു, അത് പ്രൊട്ടക്ട് ചെയ്തു. ക്ലിയർ. എന്നിട്ട് ഒരു ടൈം ഡിലേ വെച്ച് കൊടുത്തു, 12 മണിക്കൂർ, 43 സംതിങ് സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ അത്രയും സെക്കൻഡ് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 12 മണിക്കൂർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടത്തെ കീയും എന്തായിരിക്കണം, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത്. എന്നതിന് ശേഷം ഫൈനലി നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ടണലിനകത്ത് പോയിട്ട് ഈ സംഗതി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാം എന്തായിരിക്കും, ടണലിനകത്ത് അപ്ലൈ ആവുന്നതായിരിക്കും. സെയിം റൈറ്റ് സൈഡിലും യാതൊരുവിധ വ്യത്യാസമില്ല. ഇവിടെ എന്താണ് കൊടുത്തത് അതെല്ലാം തന്നെ മറുവശത്ത് അതുപോലെ തന്നെ കൊടുക്കുക. ഈ ഒരു IP മാത്രമേ എന്താവുള്ളൂ, മാറ്റം വരുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കണം, പക്ക സെയിം ആയിരിക്കണം, എന്നാലേ വർക്ക് ആവുള്ളൂ. ക്ലിയർ. ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നോട്ട് പാഡ് ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ഇല്ല എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരണം കമാൻഡ് കംപ്ലീറ്റ്. ഇതൊന്നും ഓർപ്പിക്കാൻ സാധിക്കില്ലല്ലോ. എടുത്തല്ലോ അല്ലെ, സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? എടുത്തു.
സ്ക്രീൻ കാണുന്നില്ലേ? കാണാം കാണാം. കോൺഫിഗറേഷൻ കാണുന്നുണ്ട്, ഡീഫോൾട്ട് റൂട്ടിംഗ് കാണുന്നുണ്ട്. ഓ, വലിയ ആ ടണൽ കാണുന്നുണ്ട്. ഓക്കെ, സെക്കൻഡിലേക്ക് രക്ഷപ്പെട്ടു. ആ ഉണ്ട്. പാസ്വേഡ് ഒക്കെ കറക്റ്റ് അല്ലേ? പോളിസി 1 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ടൈം ഡിലേ ആണ്. പാസ്വേഡ് പേസ് 1 ഓക്കെ ആണ്. യെസ്, എല്ലാം ഉണ്ട് കേട്ടോ. യെസ് ആണെന്ന് റിപ്ലൈ ചെയ്യുന്ന കമാൻഡ് ഉണ്ട്. Done. അവിടെ ടോപ്പ് വിളിച്ച് നോക്കാം. അതൊന്ന് ചെയ്ത് നമ്മൾ രണ്ടെണ്ണിൽ യൂസ് ചെയ്യുന്ന പാസ്വേഡുകളൊക്കെ ISAKMPയുടെ സെയിം ആയിരിക്കണം അല്ലേ? ആ മാറി കഴിഞ്ഞാൽ വർക്കാവില്ല. പാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, എല്ലാം മാച്ച് ആണ്. ഏത് ആണെങ്കിലും മാച്ച് ആയാൽ പറ്റൂ. IPL കറക്റ്റ് അല്ലേ? 20 ചെക്ക് ചെയ്ത് നോക്കാം.
വരുന്നുള്ളൂ. ടൈപ്പ് അഡ്രസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് PC1 വരുന്ന കോൺഫിഗറേഷൻ ജസ്റ്റ് ഇതെടുക്കാം. കോൺഫിഗറേഷൻ മോഡിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. IP സ്പേസ് ടൈപ്പ് അഡ്രസ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് ഒന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത PC കൂടി ഓപ്പൺ ചെയ്യാം. PC1 PC2 കോൺഫിഗർ ചെയ്യും. നമുക്ക് R1 ഡ്രോപ്പ് എടുക്കാം. ചെയ്യാം. വെർഷൻ കൂടി കയറാം. R1 തരുന്ന ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഈ സ്പീഡ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് R1 ഓപ്പൺ ചെയ്ത R1 കൊടുത്തിട്ട് R1 രണ്ട് ഇന്റർഫേസ് ഉണ്ട്. R1 R1 ടണലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചെയ്യാം. ആദ്യം ബേസിക് വരുന്ന ഇനീഷ്യൽ കോൺഫിഗറേഷൻ അപ്ലൈ ചെയ്തിട്ട്
ISP ആണ്. ഒന്നുമില്ല, രണ്ട് ഇന്റർഫേസിന് IP മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. ഒരു ഇനീഷ്യൽ ഇനി നമുക്ക് ടണൽ ക്രിയേറ്റ് ചെയ്യാം. R1 ക്രിയേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് പബ്ലിക് IP ഡിഫൈൻ. R2 രണ്ട് സൈഡും ടണൽ ബ്ലെൻഡ് ചെയ്തു. നമുക്ക് ലാൻഡ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു റൗട്ടിംഗ് ചെയ്യുന്നുണ്ട്. ടണലിന്റെ സർ, ആ ടണലിൽ നമ്മൾ ആ ബാൻഡ് വിഡ്ത്ത് മെൻഷൻ ചെയ്യണത് അത് മാൻഡേറ്ററി ആണോ? ഇല്ല, എന്തൊരു വാല്യൂ കൊടുത്താൽ മതി. അത് ഇതല്ലേ മാറ്റർ ഇല്ല. ഇല്ല ഇല്ല, കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഡീഫോൾട്ട് ബാൻഡ് എത്രയാണ് അത് വരുന്നത്. R2 ഇത് നമ്മൾ അതിന്റെ ആ 50,000 അത് KBPS എന്ന് പറഞ്ഞ ഏതിലാണ് ഇരിക്കുന്നത്? അത് KPS ഏതാണ്ട് ഒരു 50 MB. ബേസിക്കലി വരുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. IPsecന്റെ കോൺഫിഗറേഷനോട് നമ്മൾ ജമ്പ് ചെയ്യുന്നു. ഫേസ് 1 കോപ്പി ചെയ്യുന്നുണ്ട്. R1 R1ലും R2ലും ബാൻഡ് വിഡ്ത്ത് ഡിഫറെന്റ് ആണ്, മീൻസ് ഒരു സീറോയുടെ ഡിഫറൻസ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലേ? എവിടെ ഏതിലുണ്ട്? R2ലും R1ലും ബാൻഡ് വിഡ്ത്ത് നമ്മൾ ടണലിന്റെ ബാൻഡ് വിഡ്ത്ത് മെൻഷൻ ചെയ്തേക്കുന്ന ഒരു സീറോയുടെ ഡിഫറൻസ്. ഇല്ല, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നോക്കാം. ഓക്കെ സർ. ആ
സെക്കൻഡ് കോൺഗ്രസ് ഒന്നുമില്ല. ഫേസ് 2 കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഈ ഹാഷിങ്ങിൽ ഏതാണ് ബെസ്റ്റ്? MD5 ആണ്, SHA ആണോ? SH കുറച്ചും കൂടി കട്ടിയാണ് അൽഗോരിതം സൈസ്. രണ്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പറഞ്ഞ നമ്മള് ടിക്ക് ചെയ്യാനുള്ള ലിസ്റ്റിൽ ഇങ്ങനെ ഇത് രണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതില് phase 2 എന്ന് എഴുതിയേക്കണ അത് കുഴപ്പമില്ല. അത് നമ്മളൊരു ഒരു എംബ്ലം ഫ്രണ്ട് ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് എറർ കാണിക്കില്ല. ഈ എംബ്ലം ഇട്ട് കഴിഞ്ഞാൽ മാസ്ക് ചെയ്ത് വെക്കും. അതായത് നമ്മളത് കൊടുക്കുന്നത്, നമ്മളിപ്പോ എന്തെങ്കിലും ലാബൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഏത് ഫേസ് ആണെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിക്കുന്ന സമയത്ത് ഈ സിമ്പിൾ ഫ്രണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കമാൻഡ് ആയിട്ട് അംഗീകരിക്കില്ല റൗട്ടേഴ്സ്. റൗട്ടർ ആയിക്കോട്ടെ, സ്വിച്ച് ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ തിങ്സിന് വേണ്ടിയിട്ട് എന്തോ യൂസ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ എടുക്കുള്ളൂ. ഇത് നമ്മുടെ റണ്ണിങ് കോൺഫിഗറേഷനിൽ കമന്റ് ആയിട്ട് കിടക്കുമോ? അത് ഇല്ല, അത് ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഒരു സാധനം ഉണ്ടാവില്ല. ഏയ് കോഡിങ്ങിലൊക്കെ കമന്റ് ആഡ് ചെയ്യുന്നവര് അങ്ങനെ എന്തെങ്കിലും അല്ല 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 അങ്ങനെ ഒന്നും വരില്ല. റൗട്ടറിനകത്ത് ഒന്നും. അപ്പൊ നമ്മൾ രണ്ട് സൈഡും കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടി കേസിന്റെ അവസ്ഥ എന്താ നോക്കാം. ആദ്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. മറുവശത്ത് ഐപി എന്തായിരുന്നു? 30.11 വരില്ലല്ലോ. മറുവശത്ത് പി സിയിലോട്ട് ട്രാഫിക് ഒക്കെയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ അതിനുവേണ്ടി നമ്മളെ വാഴ്സാക്കിനെ കൊണ്ടുവരാം. ന്യൂസ് നോക്കുമ്പോൾ യാതൊരുവിധ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. എന്ത് ട്രാഫിക് പോയാലും നമുക്ക് അത് കാണിച്ചു തരുമായിരുന്നു. നോക്കിക്കോളൂ, എന്ത് പോകണമെങ്കിലും ESP അത് ഓപ്പൺ ചെയ്താലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സോഴ്സ് പബ്ലിക് ഐപിയും ഡെസ്റ്റിനേഷൻ പബ്ലിക് ഐപിയും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ESPക്കകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ സം ബിറ്റ്സ് നമ്പേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഏതാന്നൊന്നും ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ഇനിയിപ്പോ നിങ്ങൾ ഏത് തരത്തിലുള്ള ട്രാഫിക് പോയാലും നമുക്ക് വേണമെങ്കിൽ എന്ത് പോയാലും അവിടെ ESP തന്നെ കാണിക്കും. സിങ്ക് അടിച്ചു, നമ്മുടെ ICMP ട്രാഫിക് അതിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ടണൽ സെക്യൂരിറ്റി മാത്രമാണ്. മറ്റു സെക്യൂരിറ്റി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ എൻക്രിപ്ഷൻസ് ഏതാണോ അല്ലെങ്കിൽ അതൊന്നും വാർഷാർക്കിൽ ഒന്നും കാണില്ല. ESP എന്നല്ലാതെ വേറെ ഒരു സാധനം കാണിക്കില്ല. ഇത് വെളിയിലിരിക്കുന്ന ആൾക്കാർ ക്യാപ്ചർ വേണ്ടി നോക്കും. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൗട്ടിലേക്ക് നോക്കിയാൽ പോരെ. നമുക്ക് പോകുമ്പോൾ വെളിയിലൂടെ പോകുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത് വെളിയിൽ നിന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ അതിനകത്ത് ടെൽനെറ്റ് എനേബിൾ ചെയ്താലും എന്ത് എനേബിൾ ചെയ്താലും ശരി, ഏത് തരത്തിലുള്ള ട്രാഫിക് പോയാലും ESP എന്നല്ലാതെ വേറെ ഒരു സാധനം കാണില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാം കാണുമായിരുന്നു അല്ലേ. നമ്മള് ഷോ റൺ അടിച്ചാലും ഷോ IP ഇന്റർഫേസ് ബ്രീഫ് അടിച്ചാലും ടെൽനെറ്റ് എനേബിൾ ചെയ്താലും കഴിഞ്ഞ ദിവസം ടെൽനെറ്റ് എനേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ. ഒന്ന് എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. EC2 കയറിയിട്ട് പേസ്റ്റ് ടെൽനെറ്റ് ലൈൻ PPY 0.
PC1 0 ആണ്. Space 92 168 30.11 നമ്മൾ ടെൽനെറ്റ് വഴി കയറി 1 2 3 പാസ്വേഡ് മറുവശത്തുള്ള PC വന്നിരിക്കുന്നത് 321 IP interface നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ക്യാപ്ചറിനകത്ത് കാണാൻ സാധിക്കില്ല. എന്ത് ട്രാഫിക് പോയാലും ES മാത്രമാണ്. ഇപ്പം നോർമലി നിങ്ങൾ GRE മാത്രം ചെയ്തെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഷോ IP ഇന്റർഫേസ് ബ്രീഫ് അടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഷോ റൺ അടിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ A to Z കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാപ്ചർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, IPsecനകത്ത് കിട്ടുന്നുണ്ട്. അടുത്ത ദിവസത്തെ ടോപ്പിക് ആണ് വൺ ടോപ്പിക്. അതാണ് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന VPN എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് നെക്സ്റ്റ് ഡേ വരുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഡൈനാമിക് മൾട്ടിപോയിന്റ് അതാണോ? അതെ അതെ, DMVPN സിനാരിയോ ആണ് ഇന്ന് കാണിച്ചു തരാം. ഇങ്ങനൊരു സിനാരിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസം ഇതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങളുടെ ബെനിഫിറ്റ് എന്താന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? IPsec പറഞ്ഞോ. അല്ല, നമ്മുടെ ഇതിന്റെ CCNP മറ്റേ സിലബസിന്റെ ഒരു ഇത് ഉണ്ടോ സാർ? ഷെയർ ചെയ്യാം. ഒന്ന് പേഴ്സണൽ പിങ് ചെയ്യാം. ഞാൻ നാളെ കാണാം. ഓക്കെ. ഓക്കെ സാർ.